ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ആലു ഭട്ടൂരയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസ് പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുള്ളത്. പുഴുങ്ങി എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് സ്മാഷ് ചെയ്ത് തീരെ തരിയില്ലാതെ എടുക്കണം. നന്നായി ഉടച്ചെടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇത് നല്ല മാവ് പോലെ കുഴച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീരെ കട്ടയില്ലാണ്ട് നന്നായി ഉടച്ചെടുക്കുക. അതിലേക്ക് വേണ്ടത് 1 മുട്ട, 2 കപ്പ് മൈദ. അപ്പോൾ ഞാൻ ഈ മുട്ട ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു മുട്ടയും പൊട്ടറ്റോയും കൂടിയുള്ള ആ ഒരു നനവിലാണ് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മൈദേൻ്റെ അളവ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പൊട്ടറ്റോൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മുടെ മൈദേൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മൈദയുടെ കൂടെ ചേർക്കണമെങ്കിൽ മൈദയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അതിലേക്ക് ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് മൈദ എടുത്തിട്ട് കുറേശ്ശെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് നോക്കുന്നുണ്ട്, നമ്മുടെ നനവ് കറക്റ്റായി വരാൻ വേണ്ടി. അപ്പോൾ ചപ്പാത്തി പരുവത്തിൽ നമുക്കത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നമുക്ക് ആ ഒരു നനവിൽ വേണത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ആ പൊട്ടറ്റോൻ്റെയും മുട്ടയും കൂടിയും ചേർത്തിട്ടുള്ളത് ആ ഒരു നനവ് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു നനവിൽ കിട്ടുന്ന രീതിയിൽ മൈദ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ആ എടുത്ത് വെച്ച് 1 കപ്പ് മൈദ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നനവ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മൈദ ആഡ് ചെയ്യാം. കുറച്ചും കൂടി മൈദ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് കൈവച്ചൊന്ന് കുഴച്ച് നോക്കാം. കുഴച്ചിട്ട് നമുക്ക് ഇനിയും മൈദ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ 2 കപ്പോളം മൈദ ഇതിലേക്ക് ചേർത്തോട്ടെ, ഈ 2 മീഡിയം സൈസ് പൊട്ടറ്റോയിലേക്ക്. അപ്പോൾ നിങ്ങളുടെ പൊട്ടറ്റോൻ്റെ വലിപ്പം കുറച്ചുകൂടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 2 കപ്പിനേക്കാൾ കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ 1/2 കപ്പ് മൈദയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തു. ടോട്ടൽ 2 കപ്പ് ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഞാനത് കുറേശ്ശെ ആയിട്ട് ചേർക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് കുറേ പ്രാവശ്യം ഇടുന്നത് കാണിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ 2 കപ്പ് കറക്റ്റ് എടുത്തപ്പോൾ നമ്മുടെ നനവ് കറക്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് നമുക്ക് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഓയിൽ പോകുന്ന രീതിയിൽ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായി കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മൂടിയിട്ട് ഒരു 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വലിയ ബോൾസാക്കി എടുക്കാം. നമ്മൾ ഭട്ടൂര ആകുമ്പോൾ ഇത്തിരി തിക്കിലല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ബോൾസാക്കിയിട്ട് ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി പരുത്തി എടുക്കാം. അപ്പോൾ ഇത്തിരി കനത്തിൽ നമുക്കിത് പരുത്തി എടുക്കണം. ഞാനത് ഇതിന് മുമ്പ് ഭട്ടൂരേൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കറക്റ്റായിട്ടത് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ വീറ്റ് ഫ്ലോർ വെച്ചിട്ടുള്ളൊരു ഭട്ടൂര ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് കനത്തിൽ വേണം പരുത്തിയെടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ പൊടി എക്സ്ട്രാ ഉള്ളത് തട്ടിക്കളഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ കേടുവരും. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ചട്ടകം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വീർത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അരികൊക്കെ ഇതുപോലെ ഒന്ന് പതുക്കെ എണ്ണയിലേക്കൊന്ന് തട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ഭട്ടൂര റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഭട്ടൂര കഴിക്കുമ്പോൾ നമ്മുടെ പൊട്ടറ്റോയുടെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഭട്ടൂരയ്ക്ക്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, അറിയിക്കുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം.